പബ്ലിക് ഫണ്ട് സ്വീകരിക്കാത്തിടത്തോളം തങ്ങൾക്ക് മറ്റ് രജിസ്ട്രേഷനുകൾ ആവശ്യമില്ല. RSS മേധാവി മോഹൻ ഭാഗവതിന്റെ വാക്കുകളാണിത്. സർക്കാർ ചട്ടങ്ങൾ പ്രകാരം സന്നദ്ധ സംഘടനകൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമാണ്. എന്നാൽ RSS ഇന്ത്യയിൽ ഒരിടത്തും രജിസ്റ്റർ ചെയ്തിട്ടില്ല. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആസ്ഥാനമാക്കി നിർബാധനം പ്രവർത്തനം തുടരുകയാണ് RSS. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു റിപ്പോർട്ട് മോഹൻ ഭാഗവതിന്റെ വാദങ്ങളെ തള്ളുകയാണ്. ശക്തമായ ഫണ്ടിംഗ് RSSന്റെ പിന്നിൽ നടക്കുന്നുണ്ടെന്ന് തെളിഞ്ഞതോടെ തട്ടിപ്പ് പുറത്തായിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, കോടിക്കണക്കിന് രൂപയാണ് RSS അക്കൗണ്ടിലേക്ക് സംഭാവന വഴി ഒഴുകുന്നത്. കർണാടകയിൽ RSS നിരോധനം ലക്ഷ്യം വയ്ക്കുന്ന കോൺഗ്രസിന് ഇനി കാര്യങ്ങൾ എളുപ്പമാകും. സന്നദ്ധ പ്രവർത്തകർ നൽകുന്ന ഗുരുദക്ഷിണ വഴിയാണ് സംഘടന പ്രവർത്തിക്കുന്നതെന്നതിനാൽ നിയമപരമായ സംഘടനയായി രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്നാണ് ഭാഗവത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ RSSന്റെ സാമ്പത്തിക ഇടപാടുകളുടെ വഴികൾ തീർത്തും സുതാര്യമല്ലാത്തതാണ്. ഗുരുദക്ഷിണ സംവിധാനത്തിലൂടെ സംഘടനയ്ക്ക് ലഭിക്കുന്ന തുക എത്രയെന്ന് പരസ്യമായി വെളിപ്പെടുത്താറില്ല. ഇതുകൂടാതെ സംഘപരിവാറിനോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള, രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ വലിയൊരു വിഭാഗം സംഘടനകൾ വിദേശ സ്രോതസ്സുകൾ ഉൾപ്പെടെയുള്ള വിവിധ ഫണ്ടിംഗ് ചാനലുകളെയാണ് ആശ്രയിക്കുന്നത്. ഈ പണം അവരുടെ വിശാലമായ ശൃംഖലയിലൂടെ എങ്ങനെയൊക്കെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നത് ഇപ്പോഴും വലിയൊരു പരിധിവരെ അജ്ഞാതമായി തുടരുന്നുണ്ട്. എന്നാൽ സംഘപരിവാർ ബന്ധമുള്ള രജിസ്റ്റർ ചെയ്ത നിരവധി സംഘടനകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വൻതോതിൽ ഫണ്ട് കൈപ്പറ്റുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ അന്വേഷണ റിപ്പോർട്ട്. ഈ അന്വേഷണത്തിൽ ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എന്ന ONGC RSS ബന്ധമുള്ള 20 സംഘടനകൾക്കായി 670.97 കോടി രൂപ നൽകിയതായി കണ്ടെത്തിക്കഴിഞ്ഞു. ഇതിൽ ഏകദേശം 3 കോടി രൂപ 2013-15 കാലയളവിലാണ് നൽകിയത്. ബാക്കി തുകയായ 668.01 കോടി രൂപ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ്, അതായത് 2015 മുതൽ 2025 വരെയുള്ള കാലയളവിൽ വിതരണം ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നാണ് ONGC ഈ തുക നൽകിയിരിക്കുന്നത്. 2015 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ONGC ആകെ 4531 കോടി രൂപയാണ് CSR ഫണ്ടായി വിവിധ സംഘടനകൾക്ക് നൽകിയത്. ഇതിന്റെ 14.7% തുകയും ലഭിച്ചത് RSS ബന്ധമുള്ള ഈ 20 സംഘടനകൾക്കാണ്. 1 കോടി രൂപയിൽ താഴെ ലഭിച്ച സംഘടനകളെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ 20 സംഘടനകളിൽ 9 എണ്ണം RSSന്റെ നേരിട്ടുള്ള പോഷക സംഘടനകളാണ്. 9 എണ്ണം RSS നേതാക്കളോ അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ളവരോ ആരംഭിച്ചതോ നയിക്കുന്നതോ ആയ സംഘടനകളാണ്. 2 എണ്ണം RSSുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവയുമാണ്. റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന RSS ബന്ധമുള്ള ഗുണഭോക്താക്കളായ ഭൂരിഭാഗം സംഘടനകളെയും തിരിച്ചറിഞ്ഞിരിക്കുന്നത് സീയിങ് ദ സംഘ് എന്ന മാപ്പിംഗ് പ്രൊജക്ടിലൂടെയാണ്. 2500-ലധികം സംഘപരിവാർ അനുബന്ധ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2025ന്റെ അവസാനത്തോടെ പുറത്തിറക്കിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ സമഗ്രമായ മാപ്പിംഗ് ശൃംഖലയാണിത്. യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ലെക്ചററായ ഡോക്ടർ ഫെലിക്സ് പാലിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘമാണ് ഈ ഡാറ്റാബേസ് സമാഹരിച്ചിരിക്കുന്നത്. പ്രമുഖ മാധ്യമമായ ദി കാരവൻ ഫാക്ട് ചെക്ക് ചെയ്ത ഈ ഡാറ്റാബേസ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് യൂണിവേഴ്സിറ്റിയായ സയൻസ് പോയുടെ സെന്റർ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ് ആണ്. ഈ വലിയ വിവരശേഖരത്തിന്റെ സഹായത്തോടെയാണ് ONGC ഫണ്ട് കൈപ്പറ്റിയ സംഘടനകളുടെ പശ്ചാത്തലം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ഇതോടെ കർണാടക സർക്കാർ RSSനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. നേരത്തെ RSSനെ നിരോധിക്കുമെന്ന പ്രഖ്യാപനം വെറുതെ അല്ല എന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കിയതാണ്. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ DK ശിവകുമാറിന്റെ നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം. മറ്റൊരു സംസ്ഥാന സർക്കാരിനും ധൈര്യമില്ലാത്ത കാര്യമാണ് RSS നിരോധനം. DK സർക്കാർ അതിലേക്ക് അടിവെച്ച് നടക്കുന്നുണ്ടെന്ന് കൂടി പറയേണ്ടി വരും.